ഫ്ലിപ്കാർട്ടിനാണെങ്കിൽ ഓപ്പൺ ബോക്സ് എന്നൊരു സിസ്റ്റം ഉണ്ട്, ഓപ്പൺ ബോക്സ് ഡെലിവറി എന്നൊരു ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ ആമസോണിൽ നമുക്ക് അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല. സോ നമുക്ക് അതിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഹൈ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ നമുക്ക് ഓപ്പൺ ബോക്സ് ഡെലിവറി ഓപ്ഷൻ ഉണ്ട്. ബട്ട് ആമസോണിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് എന്താണുള്ളത്? ബട്ട് ഞാനൊരു റീസെൻ്റ് ആയിട്ടൊരു പർച്ചേസ് ചെയ്തപ്പം ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തപ്പം എനിക്കിതിൽ കണ്ടൊരു കാര്യമാണ് ഞാൻ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്കൊരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഇത് ലെജിറ്റ് പ്രൊഡക്റ്റ് ആണോ, അതൊരു നമ്മൾ ഉദ്ദേശിച്ച പ്രൊഡക്റ്റ് അല്ലേ, നമ്മൾ വാങ്ങിയ പ്രൊഡക്റ്റ് അല്ലേ എന്നുള്ളത് ബിഫോർ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നോ അല്ലെങ്കിൽ നമുക്ക് OTP നമ്മൾ ഡെലിവറി ബോയ്ക്ക് ഷെയർ ചെയ്യുന്നതിന് മുന്നോ മേക്ക് ഷുവർ ഉള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അപ്പം അതെന്താണെന്ന് നമുക്ക് നോക്കാം, എങ്ങനെ നമുക്ക് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ ഇത് എങ്ങനെ നമുക്ക് ലെജിറ്റ് പ്രൊഡക്റ്റ് ആണെന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് വരുമ്പം, നിങ്ങളുടെ ആമസോൺ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഡെലിവറി ബോയ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഇതിൻ്റെ പുറത്തായിട്ട് ട്രാൻസ്പെറൻസി കോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾക്കിവിടെ കാണാൻ വിശ്വസിക്കുന്നു, ട്രാൻസ്പെറൻസി കോഡ്. അപ്പോൾ ഈ ഒരു QR കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആമസോണിന് മാത്രമേ ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആമസോണിൻ്റെ സെല്ലേഴ്സിനുമാണ് ഈ ഓപ്ഷൻ ഉള്ളത്. ഒരു പ്രോഡക്റ്റിന് ഒരു യുണീക്ക് QR കോഡ് നമ്പർ ആയിരിക്കും ഉള്ളത്. അപ്പം ഈ ഒരു സെയിം QR കോഡ് മറ്റൊരു പ്രൊഡക്റ്റിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആമസോൺ അവരുടെ ഫെസിലിറ്റി സെന്ററിൽ കൊണ്ടുവന്നിട്ട് ഇത് ആദ്യം ജനറേറ്റ് ചെയ്യുന്നത് ഒരു സെല്ലർ ആയിരിക്കും. സെല്ലർ എന്നിട്ട് ഈ ഒരു QR കോഡ് ഈ ഒരു ഡിവൈസിന് ചിലപ്പോൾ ഈ ഒരു QR കോഡ് മാത്രമേ കാണത്തുള്ളൂ. വേറൊരു QR കോഡ് ഇതിന് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. വൺസ് ഇതിന് ആ QR കോഡ് അല്ലെങ്കിൽ നമ്പർ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു QR കോഡ് അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് നമ്പർ മറ്റൊരു ഡിവൈസിനും അല്ലെങ്കിൽ മറ്റൊരു പ്രൊഡക്റ്റിനും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ യുണീക്ക് നമ്പറാണ് ഈ ഒരു പ്രൊഡക്റ്റിന് കിട്ടിയത്. അപ്പോൾ ഇത് നേരെ സെല്ലർ ജനറേറ്റ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇത് നേരെ പോകുന്നത് ആമസോണിൻ്റെ ഫെസിലിറ്റി അല്ലെങ്കിൽ ആമസോൺ ഫെസിലിറ്റിയിലോടേക്കും പോകുന്നത്. അവിടെ ചെന്നിട്ട് വീണ്ടും ആമസോൺ ഇത് എൻഷുർ ചെയ്യും ഇതൊരു ഓതന്റിക് പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ ഈ QR കോഡിൽ മെൻഷൻ ചെയ്ത പ്രൊഡക്റ്റ് തന്നെ ആണോ എന്നുള്ളത് അവർ മേക്ക് ഷുവർ ചെയ്തിട്ട് മാത്രമായിരിക്കും നമുക്ക് ഇത് അയച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ സെല്ലർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രോഡക്ട്സിനും യുണീക്കായിട്ടുള്ള ട്രാൻസ്പെറൻസി കോഡ് സെറ്റ് ചെയ്യും. കണ്ടില്ലേ, ഓരോ പ്രോഡക്റ്റിനും യുണീക്ക് നമ്പർ, ബാർകോഡ്, QR കോഡാണ് വരുന്നത്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുന്നത് സെല്ലറാണ്. ഇതിൻ്റെ ഫെസിലിറ്റി സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആമസോണാണ്. വൺസ് സെല്ലർ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തെന്ന് വെച്ചോളൂ. ഈ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ചെല്ലുന്നത് സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് വരുന്നത് ആമസോണിൻ്റെ ഫെസിലിറ്റി സെൻറ്ററിലോട്ടാണ്. അവിടെ വന്നതിന് ശേഷം ആമസോൺ ഫെസിലിറ്റി സെൻറ്റർ വീണ്ടും ഇത് ചെക്ക് ചെയ്യും. ഈ ട്രാൻസ്പെറൻസി കോഡും ഈ പ്രൊഡക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അപ്പം അതിൻ്റെ എല്ലാം ഓതൻറ്റിസിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മളെപ്പോലുള്ള കസ്റ്റമേഴ്സിന് വീണ്ടും അവിടുന്ന് അയച്ചു തരുന്നത്. അവിടുന്ന് അയച്ചു തന്നതിന് ശേഷം നമുക്ക് ഇവിടെ വന്നാലും നമ്മൾ ഡെലിവറി ചെയ്യുന്നതിന് മുന്നേ ഡെലിവറി ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നമുക്കിത് മേടിച്ച് ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷനുണ്ട്. നമ്മൾ ഈ ഒരു QR കോഡ് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാൻ പറ്റും. ഞാൻ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഒരു ആപ്പ് ഉണ്ട്, അത് ഞാൻ കാണിക്കാം. ഈ ട്രാൻസ്പെറൻസി ആപ്പ് എന്നൊരു ആപ്പ് ഉണ്ട്. ഈ ആപ്പ് വഴി നമുക്കിത് സ്കാൻ ചെയ്യാൻ പറ്റും. ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ വാങ്ങിയ പ്രൊഡക്റ്റാണെന്നുള്ളത് അവർ ഓക്കെ ടിക്ക് മാർക്ക് എന്നിട്ട് പറയും ഇത് യുവർ പ്രൊഡക്റ്റ് ഈസ് ദിസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് ട്രാൻസ്പെറൻസി ആപ്പ് വഴിയും ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ആമസോണിൻ്റെ ആപ്പ് വഴിയും ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഏറ്റവും മുകളിലുള്ള സ്കാൻ ബട്ടൺ എടുക്കുക, അതിനുശേഷം ഒരു ബാർകോഡ് എന്നൊരു ഓപ്ഷൻ കാണാം താഴെ സൈഡിൽ, അത് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ സ്കാനായി. അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് കറക്റ്റ് നമ്മൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് തന്നെ ആണോ എന്നുള്ളത് നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ ഒരു എനിക്കൊന്നത് പുതിയ ഫീച്ചറാണ് ആമസോണിലുള്ളത്. നമുക്ക് എല്ലാ പ്രൊഡക്റ്റിൻ്റെയും പുറത്ത് ഈ ട്രാൻസ്പെറൻസി കോഡ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് മേക്ക് ഷുവർ ചെയ്യാം ഇത് നമ്മൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റാണെന്നുള്ളത് മേക്ക് ഷുവർ ഉള്ള ഓപ്ഷനാണ് നമുക്കുള്ളത്.